afternoon all. Good afternoon. നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കാം. ട്രാൻസ്ഫോർമേഷൻസിന്റെ എല്ലാവരും കയ്യിലുണ്ടല്ലോ ഇവിടെ. നമ്മൾ എടുത്തോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതെന്ന് തോന്നുന്നത് അല്ലെ? ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഹോസ്പിറ്റലില് നമ്മള് അഡ്മിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഡോക്ടേഴ്സ് അവിടെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ ആ പേഷ്യൻസിന് ഇത്രയും കൂടി നല്ലൊരു ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ പോകണമെന്നൊക്കെ അത് റിലേറ്റീവ്സിനോടൊക്കെ പങ്കുവെച്ചിട്ട് പേഷ്യൻസിനെ കൊണ്ടുപോകാനൊക്കെ. കേസ് ഒരു വലിയ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഡോക്ടറിന്റെ ഡിസിഷനൊക്കെ കാണിക്കുമ്പോൾ എന്തെങ്കിലും ഡയഗ്നോസിസ്, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ട്രാൻസ്ഫർ എന്തെങ്കിലുമൊക്കെ കണ്ട് പേഷ്യൻസിനെ കുറിച്ചിട്ട് രോഗനിർണയം നടത്തുമ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് മാറ്റി ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ വേറൊരു പ്ലേസിലേക്ക്, ഇപ്പൊ കാർഡിയോളജിസ്റ്റിനെ കാണിക്കണോ, പൾമോളജിസ്റ്റിനെ റെഫർ ചെയ്യണം, അങ്ങനെയൊക്കെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ മാറി ചിലപ്പോൾ അവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് ട്രാൻസ്ഫർ വരാറുണ്ട്. കേസ് അതല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തിട്ട് എന്താ പറയാ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ആ പേഷ്യന്റ് പ്രതികരിക്കാതെ വരുമ്പോൾ, മരുന്നിനോടൊക്കെ പ്രതികരിക്കാതെ വരുമ്പോൾ, കേസ് ഏജ് മാത്രമല്ല ചില രോഗാവസ്ഥയിലെല്ലാം എന്താണ് മെഡിസിൻസിന്റെ ആ ഒരു പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ എത്തുന്ന സാഹചര്യത്തില് ചിലപ്പോഴെല്ലാം പേഷ്യൻസിന് ചിലപ്പോൾ വീടുകളിലേക്കും പറഞ്ഞേക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള രീതിയിൽ നമുക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് അയക്കാറുണ്ട്. ഒരു ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലായിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് ഒരു ആ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതല്ലെങ്കിൽ വീടുകളിലേക്ക് പറഞ്ഞേക്കാം, അതല്ലെങ്കിൽ വീണ്ടും ഇതേമാതിരി പേഷ്യൻസിന്റെ ചികിത്സ തൃപ്തികരമല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ റിലേറ്റീവ്സ് ചിലപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യന്റിനെ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് തന്നെ പേഷ്യൻസിനെ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ആണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസിന് വരുന്നത്. നമ്മളെല്ലാവരും അറിയാവുന്ന ഒരു മാറ്റർ തന്നെയാണ്. രോഗാവസ്ഥയിലും ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ ഷിഫ്റ്റിംഗ് വരുന്ന സാഹചര്യങ്ങളിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. എന്താണ് ഇൻട്രൊഡക്ഷൻ പറയുന്നു. ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഈസ് an important aspect of patient care which is often handled to enhance the existing management of the patient. അപ്പൊ അതിലെന്താണ് പ്രധാനമായിട്ടും പറയുന്നത്, നമ്മളുടെ അല്ലെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്കൊക്കെ സാധാരണ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ പറയുന്നത്. ഹോസ്പിറ്റൽ പേഷ്യന്റ് കെയർ which is often handled to enhance the existing management of the patient. നമുക്കറിയാം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ട്രാൻസ്ഫർ വരെ എത്തുന്നത് വരേക്കും കുറെ കാര്യങ്ങൾ എന്താണ് നമ്മുടെ അവിടെയുള്ള മാനേജ്മെന്റിന്റെ നിർവഹിക്കേണ്ടതുണ്ട്. അവരുടെ കൺട്രോളിങ്ങിലായിരിക്കും പേഷ്യന്റ് ഉണ്ടാവുക. ഷിഫ്റ്റ് ചെയ്ത് അവരെ റിസീവ് ചെയ്യുന്നവരേക്കും, റിസീവ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതുവരേക്കുള്ള റെക്കോർഡ്സുകളെല്ലാം അവിടേക്ക് കൈമാറേണ്ടതുണ്ട്. വരേക്കും ഈ പേഷ്യന്റ് എങ്ങനെയായിരുന്നു, അവരുടെ ഡയറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, എന്താണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത്, റിസൾട്ടുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ എന്താണ് മറ്റും ഷിഫ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ റിസീവിംഗ് ഇതിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ് നിലവിലുള്ള ആ ഒരു ട്രാൻസ്ഫറിംഗ് ഇതിൽ നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. Then it may involve carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more well developed.
ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ ആ ഹോസ്പിറ്റലിന്റെ സെയിം അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിന്റെ സൗകര്യത്തിൽ തന്നെ ഡയഗ്നോസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവർ നിറയെ നടത്താതിരിക്കുന്നത് ചിലപ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ നമ്മളെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ എന്താണ്, ഷിഫ്റ്റ് ടു അനദർ ഫെസിലിറ്റി വിത്ത് മോർ വെൽ ഡെവലപ്ഡ് പരിചരണത്തിന് വേണ്ടിയിട്ട് മറ്റ് ഫെസിലിറ്റികളുള്ള പ്ലേസുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ആസ് ദ ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ് may produce various physiological change which may negatively affect the prognosis of the patient. It should be initiated. Safe transfer consists of a decision to transfer and complication, pre-transfer stabilization and preparation to appropriate mode of transfer. Sentence വിവരിച്ചു പോവുകയാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ആസ് ദ ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ്. നമുക്കറിയാം ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് കിടക്കുന്ന പേഷ്യന്റ് സ്വമേധയാ അവർക്ക് നടന്നു പോകാനൊക്കെ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. അതല്ല ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും സഹായത്തോട് കൂടിയിട്ടൊക്കെയാണ് എല്ലായെങ്കിലും ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരെ ചേഞ്ച് ചെയ്യുമ്പോഴും അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ മോണിറ്ററിംഗ് എന്താണ് മെഷീൻസ് ഒക്കെ ECG കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് അതിന്റെ മോണിറ്ററിംഗ് അവരുടെ ഹാർട്ടിന്റെ ബീറ്റിംഗ് അതെല്ലാം കറക്റ്റ് മോണിറ്ററിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റൊക്കെ ആണെങ്കിൽ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും വളരെയധികം കെയർഫുൾ ആയിട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ എന്താണ്, അത് നെഗറ്റീവ് എഫക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടല്ലേ. നമ്മൾ എപ്പോഴും ഒരു പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ പേഷ്യന്റിന് ഇത്തിരി കൂടി ചികിത്സ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം നല്ല കെയർ അല്ലാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ആയിട്ടായിരിക്കും സംഭവിക്കുക എന്നതാണ് ഇവിടെ പറയുന്നത്. As the transfer of a sick patient may produce various physiological changes which may negatively affect the prognosis of the patient. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം അല്ലെ നേരത്തെ കുട്ടി പ്രോഗ്നോസിസ് ചെയ്യുക എന്ന് പറയുന്നത്. നേരത്തെ കുട്ടി ചിന്തിക്കുന്നത് എങ്ങനെ കൊണ്ടുപോകണം, നമ്മൾ സ്ട്രക്ചർ ഉപയോഗിച്ച് കൊണ്ടുപോകണോ, വീൽ ചെയർ ഉപയോഗിച്ച് കൊണ്ടുപോകണോ, എന്താണ് ഏത് രീതിയിൽ എയർവേ വേണോ, റോഡ് മാർഗം വഴി കൊണ്ടുപോകണോ, അങ്ങനെ എല്ലാ രീതിയിലും അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കീപ്പ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ എല്ലാം കൂട്ടി നേരത്തെ കൂട്ടി ചിന്തിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത് should be initiated safe transfer consist of a decision to transfer and communication, pre-transfer stabilization and preparation choosing the appropriate mode of transfer. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നഴ്സുമാരും അതല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സ് ഒക്കെ ആശയവിനിമയം നടത്തണം. എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു വ്യക്തിയെ ഷിഫ്റ്റ് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ മെഡിസിൻസിനോടൊപ്പം തന്നെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് കൂടെ വഹിച്ചിട്ട് വേണം ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടോ മോഡോ ട്രാൻസ്ഫറിൽ പറയുന്നത് എന്താണ്, റോഡ് മാർഗം വഴിയോ അതല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ആണെങ്കിലും ഫിനാൻഷ്യലി ഇത്രയും കൂടി വയബിൾ ആണെങ്കിൽ വലിയ പ്രോബ്ലംസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ലൊരു ഡയഗ്നോസിസ് രോഗനിർണയത്തിനോ അല്ലെങ്കിൽ ചികിത്സയ്ക്കും നല്ല മെച്ചപ്പെട്ട ചികിത്സയ്ക്കൊക്കെ വേണ്ടിയിട്ട് പുറത്തെ സ്റ്റേറ്റുകളിലെ വേറെ വേറെ കൺട്രികളിൽ വരെയും പോയി ചികിത്സ നടത്താറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് എയർ ട്രാൻസ്പോർട്ട് ഒക്കെ വേണ്ടി. അപ്പൊ അത് ഏത് തരത്തിലുള്ള ട്രാൻസ്പോർട്ട് ആണ്, അതെല്ലാം അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അനുകൂലമായ രീതിയിലായിരിക്കണം തീരുമാനിക്കേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ലാൻഡ് ട്രാൻസ്ഫർ ഓർ എയർ ട്രാൻസ്പോർട്ട്, പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്, equipment and monitoring needed in the course of the transfer, and finally the documentation and handover of the patient and the receiving facility. അപ്പൊ നമ്മളിപ്പോ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എക്യുപ്മെന്റ്സ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ ചിലപ്പോൾ വേണമെങ്കിൽ ചില പേഷ്യൻസിനോടൊപ്പം തന്നെ ഡോക്ടേഴ്സ് വരെ അല്ലേ, നമുക്കറിയാം പ്രധാനപ്പെട്ട വലിയ വലിയ വ്യക്തികളൊക്കെ ആണെങ്കിൽ അതിനെ പേഷ്യന്റിനോടൊപ്പം തന്നെ അക്കമ്പനി ചെയ്തുകൊണ്ട് ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഉണ്ടാവും, വ്യത്യസ്തമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ അത് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആശയവിനിമയം നടത്തി തീരുമാനിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഡോക്യുമെന്റേഷൻ ഉണ്ടാവേണ്ടതുണ്ട് അല്ലെ. നമ്മള് എല്ലാം റെക്കോർഡിക്കലി ഡോക്ടറുടെ സൈൻ നഴ്സുമാരുടെ ഡിസ്ക്രിപ്ഷനെല്ലാം തന്നെ വിവരണങ്ങളെല്ലാം എഴുതി മേടിച്ച് എല്ലാ തരത്തിലുള്ള മെഡിസിൻസും എക്യുപ്മെന്റ്സ് ഒക്കെ എന്താണ് റിസീവിങ് ഏരിയയിൽ ചെല്ലുമ്പോൾ അവർക്ക് കൈമാറ്റം ചെയ്യേണ്ടത് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷന്റെ ട്രാൻസ്ഫർ പേഷ്യന്റ് എന്ന ഇൻട്രൊഡക്ഷന്റെ പ്രധാനമായിട്ട് പറയുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെയാണോ? ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. അപ്പൊ അത് എവിടെയൊക്കെ ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം അത് വിവരിച്ചു. അതായത് ഒരു ഹോസ്പിറ്റൽ അകത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് മറ്റ് സൗകര്യമുള്ള പ്ലേസുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കെയർഫുൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ നെഗറ്റീവ് റിസൾട്ട് കൈകാര്യം ചെയ്തതായിട്ട് വരും. പിന്നെ മോഡ് ഓഫ് ട്രാൻസ്ഫർ പറഞ്ഞു, അതായത് ഏത് വഴിക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളത്. ലാൻഡ് മാർഗം ഉപയോഗിച്ച് ഷിഫ്റ്റ് ചെയ്യാം, അതായത് നമുക്കറിയാം ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, വായുമാർഗം ഉപയോഗിച്ചിട്ട് അപ്പോൾ എയർ ട്രാൻസ്പോർട്ട് വഴിയും ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തില് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്യുപ്മെന്റ്സും അവരെ അക്കമ്പനി ചെയ്യാൻ ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ വേണോ എന്നതെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട്. ഡോക്യുമെന്റേഷൻ കാര്യങ്ങളെല്ലാം റിസീവിംഗ് ഏരിയയിലേക്ക് എത്തിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത്. ട്രാൻസ്ഫർ ഈസ് defined as preparing patients, completing requisite records and shifting patients to another department within the hospital or to another hospital or home. അപ്പൊ നമ്മൾ ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഇസ് ഡിഫൈൻഡ്. ഒരു ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യം മെത്തേഡ് തന്നെയാണ്. എന്താണ് അതിൽ പറയുന്നത്? കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ്, അത് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ് റെക്കോർഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ചിലപ്പോൾ ഒരു പക്ഷേ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ റിക്വസ്റ്റ് കൊണ്ടായിരിക്കാം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നത്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇനി വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യണം. ഓർ ടു അനദർ ഹോസ്പിറ്റലിലോട്ട് പോകണം. ചിലപ്പോ ആണെങ്കിൽ വീടുകളിലേക്കും പറഞ്ഞേക്കാം. അപ്പൊ ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും അത് എന്താണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിന്റെ കീഴിൽ ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ തന്നെ വരുന്നതാണ്. അത് റിക്വസ്റ്റ് കൊണ്ട് വേണമെങ്കിൽ എന്താണ് ഷിഫ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എന്താണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചിലപ്പോൾ ഡോക്ടർ ഡയഗ്നോസിസ് ചെയ്തിട്ട് എന്തെങ്കിലും ടെസ്റ്റ് കാര്യങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ് ആയപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ അയക്കാം അല്ലെ. അതൊരു ചിലപ്പോൾ ആ ഹോസ്പിറ്റൽ വലുതാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കേസ് അല്ലെ വേറെ കേസുകളിൽ ചിലപ്പോൾ വൈദ്യുതിയോട് പ്രതികരിക്കാതെ വരുമ്പോഴും ഈ വ്യക്തികളേക്ക് ഈ പേഷ്യന്റിനെ ഹോമിലേക്കും പറഞ്ഞേക്കാം. ഇതെല്ലാം എന്താണ് ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഷിഫ്റ്റിംഗ് പേഷ്യന്റിനെ സംബന്ധിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ട്രാൻസ്ഫറിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. എന്താണ് ട്രാൻസ്ഫർ എന്ന് മനസ്സിലായോ? നേരത്തെ പറഞ്ഞ മാറ്റർ തന്നെയാണ് ട്രാൻസ്ഫറിന്റെ കീഴിൽ വന്നത്. എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിഫൈൻഡ് ആസ് ദ പ്രിപ്പയറിംഗ് പേഷ്യൻസ്. അതിന് വേണ്ടിയിട്ട് പേഷ്യൻസിന് എവിടേക്കാണെങ്കിൽ അല്ലെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ്, ഏത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്താലും ആ രോഗിയെ പറഞ്ഞിരിക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഒരുക്കേണ്ടത്. ഇപ്പൊ ഹോമിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഓക്സിജൻ സിലിണ്ടറൊക്കെ അല്ലെ പ്രായമായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരെ ഒരുപാട് നാള് ഹോസ്പിറ്റലിലേക്ക് കിടത്തേണ്ട അത്രയും അല്ലെ ക്രിട്ടിക്കൽ സ്റ്റേജ് ഒക്കെ വന്ന് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആവുകയാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ശ്വാസത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ എന്താണ് ചിലപ്പോൾ വീടുകളിൽ തന്നെ അല്ലെ ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ടുപോയി അവര് ചെയ്യാറുണ്ട്. ആവശ്യത്തിന്റെ സമയത്ത് ഇടയ്ക്കൊക്കെ വന്ന് നഴ്സുമാരൊക്കെ വന്നിട്ടാണ് ചില കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോകുന്നത്. അപ്പൊ അവിടെയും എന്താണ് അവരെ പ്രിപ്പയർ ചെയ്യണം. ഇൻ കേസ് റിക്വസ്റ്റിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യണം. അതേമാതിരി തന്നെ നമ്മള് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുകയാണെങ്കിലും ഇൻ കേസ് വീട്ടിലേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്ത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ട്രാൻസ്ഫർ ഇസ് ഡിഫറെന്റ് ആസ് പ്രിപ്പയറിംഗ് പേഷ്യൻസ്, കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യൻസ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ഓർ ടു അനദർ ഹോസ്പിറ്റൽ. ഡിഫൈൻ ചെയ്തതിന് പ്രധാനമായിട്ട് വേറൊന്നല്ല, 3 രീതിയിൽ ഇവരെ ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ഹോസ്പിറ്റലുള്ളിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യാം, മറ്റൊന്ന് വേറെ ഏതെങ്കിലും സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, പിന്നെ തേർഡായിട്ട് പറയുന്നത് വീടുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പർപ്പസ് കണ്ടിന്യൂ ചെയ്യാലോ. പർപ്പസസ് അപ്പൊ നമ്മൾക്ക് അറിയാം ഇതിന്റെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. To get the necessary diagnostic test and procedure.
നമ്മുടെ കണ്ടോടത്തോളം തന്നെ വീണ്ടും വീണ്ടും ഒരു പർപ്പസ് ആയിട്ട് പറയുന്നത് എന്താണ്, എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് രോഗനിർണയ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇച്ചിരിയും കൂടി നല്ല സെന്ററുകളിലേക്കൊക്കെ അയച്ചിട്ട് അവിടെ ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്, ആ ഹോസ്പിറ്റലിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ സൗകര്യം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ രോഗത്തിന് എന്താണ് രോഗത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. അല്ലെ ചെറിയ ചെറിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഡോക്ടേഴ്സ് പറയും നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യമില്ല, നിങ്ങൾ ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ രോഗനിർണയം എന്താണ് രോഗം കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു ഉദ്ദേശത്തിന്റെ പേരിൽ then to provide treatment and nursing care. നമുക്കറിയാം മതിയായ ഒരു ചികിത്സിക്കാൻ കിട്ടി, ആ വ്യക്തിക്ക് എന്താണ് രോഗം എന്ന് കണ്ടുപിടിച്ചു, അവരെ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ ഇച്ചിരി കൂടി നല്ല ഒരു ഇച്ചിരി കൂടി പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു പേഷ്യന്റ് ആണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ട് പറഞ്ഞേക്കാറുണ്ട്. then വീണ്ടും പറയുന്നത് ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. നമ്മളൊരു രോഗനിർണയം നടത്തിയപ്പോൾ രോഗം എന്താണെന്ന് കണ്ടെത്തി, ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ക്യാൻസർ സെന്ററുകളിലേക്കൊക്കെ അല്ലെ സ്പെഷ്യലൈസ്ഡ് ചെയ്ത്, അപ്പൊ അത് ന്യൂറോളജി ആണോ നെഫ്രോളജി ആണോ കാർഡിയോളജി ആണോ ഏതെങ്കിലും നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകളാണ് അല്ലെ. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ് മാത്രമേ അവിടെ റെഫർ ചെയ്യുന്നുള്ളൂ ചികിത്സ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പേഷ്യൻസ് അത് മാത്രം കെയർ ചെയ്ത ഹോസ്പിറ്റലിൽ തെരഞ്ഞെടുത്ത് പോകും. അതിന് വേണ്ടിയിട്ടുള്ള ട്രാൻസ്ഫർ ആണ് പറയുന്നത്. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്. അതായത് നല്ല ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്രദമാക്കാൻ വേണ്ടിയിട്ട് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അഡ്മിഷൻ കിട്ടി, അപ്പൊ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി അല്ലെ ഒരു സർവീസ് അവരുടെ സേവനങ്ങളും അതോടൊപ്പം തന്നെ വീടിന്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് നാളെ അഡ്മിഷൻ വേണ്ടി വരികയാണെങ്കിൽ ചിലപ്പോഴൊക്കെ എന്താ നിയറസ്റ്റ് പ്ലേസുകളൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവിടേക്ക് വന്ന് പോകാൻ സൗകര്യപ്പെടുന്ന രീതിയിലേക്ക് അതാണ് പറയുന്നത് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്. അവർക്ക് മതിയായ സേവനം കിട്ടുന്ന രീതിയിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന രീതിയിൽ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്ത് പോകാറുണ്ട്. Then to match severity of nursing care based on the patient's level of needs and problems. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ഒരു പേഷ്യന്റിന്റെ ആവശ്യം അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് അത് എങ്ങനെയാ അതിന് ബേസ് ചെയ്തിട്ട് ഉള്ള നേഴ്സിംഗ് കെയർ അത് ചിലപ്പോഴെങ്കിൽ നമ്മൾക്ക് അറിയാം ചിലപ്പോൾ വീടുകളിലൊക്കെ പറ്റുള്ളൂ. അതായത് ഇനി ആ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് അതിന്റെ വിലകം അതിന്റെ ഫിനാൻസും ഒന്നും വഹിക്കേണ്ടത് പറ്റില്ല, മെഡിസിനോടൊന്നും പൊരുത്തപ്പെടാനായിട്ട് പറ്റില്ല എങ്കിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രോബ്ലംസും കണ്ടറിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്യാതെ പോകാറുണ്ട്. അത് നമുക്കറിയാം വീടുകളിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകാറുണ്ട്. ഇത്തരത്തിലുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എപ്പോഴും ട്രാൻസ്ഫർ നടക്കുന്നത്. ഓരോ പേഷ്യന്റിന്റെയും ട്രാൻസ്ഫർ നടക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും. മാക്സിമം എന്താണ് പേഷ്യൻസിന്റെ ഇംപ്രൂവ്മെന്റ് അല്ലെ അവരുടെ ഹെൽത്ത് ഒന്നുകൂടി മെച്ചപ്പെട്ട് വരാനായിട്ടാണ് മാക്സിമം ഷിഫ്റ്റുകൾ വരുന്നത്. അപ്പം അത് ഏതൊക്കെ ഉദ്ദേശമാണെന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ഇവിടെ പറഞ്ഞത്. ഇതിലൊക്കെ രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ഡോക്ടേഴ്സ് തന്നെ ഇച്ചിരി കൂടി നല്ല ട്രീറ്റ്മെന്റ് കിട്ടുമെന്നുള്ള അസംഷനിൽ അതല്ലെങ്കിൽ എന്താണ് മാക്സിമം നമ്മുടെ സ്പെഷ്യൽ യൂട്ടിലൈസേഷൻ നമ്മളുടേതായിട്ടുള്ള ഇതുകൾ കൂടി പേഷ്യൻസിന്റെ കണ്ടീഷൻസും ഇതിനനുസരിച്ചിട്ട് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സർവീസസ് സേവനങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇതാണ്. എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നത്. മിക്കവാറും പേഷ്യൻസിന് ഒരു പക്ഷെ റഫർ ചെയ്ത് കഴിഞ്ഞാലും അവര് ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് വീട്ടിനോട് ചേർന്നുള്ള പ്ലേസുകളിലേക്ക് തിരഞ്ഞെടുക്കാറുണ്ട്. അവരുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളും എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ മറ്റൊന്ന് എന്താണ് അവരുടെ ആവശ്യം പേഷ്യന്റിന്റെ ആവശ്യം പ്രോബ്ലംസും കണ്ടറിഞ്ഞിട്ട് ഷിഫ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ക്ലിയർ ആണോ? യാണോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ഇതിലും നിങ്ങൾ കണ്ടറിഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടു. എന്തൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ. ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. അതായത് ഹോസ്പിറ്റലിനകത്ത് തന്നെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. പുറത്തേക്കും ട്രാൻസ്ഫർ ഒന്നില്ലെങ്കിൽ വീട്ടിലേക്ക് പറഞ്ഞേക്കും, അതല്ലെങ്കിൽ
മറ്റു ഹോസ്പിറ്റലിലേക്ക് അല്ലെ ഇത്തിരി കൂടി സൗകര്യമുള്ള സ്ഥലത്ത് ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക്. അതാണ് നമ്മുടെ ഇന്റേണൽ ട്രാൻസ്ഫർ. തന്നെ ഹോസ്പിറ്റലിന്റെ പുറത്ത് മറ്റു സൗകര്യമുള്ള കുറച്ചുകൂടി ഫെസിലിറ്റി ഉള്ള മറ്റു ഹോസ്പിറ്റൽ. ഓക്കെ, മറ്റു ഹോസ്പിറ്റൽ അതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ പറയുന്നത്. അപ്പൊ നോക്കാം ഇന്റേണൽ ട്രാൻസ്ഫർ എന്താണ്. ടു ട്രാൻസ്ഫർ വീട്ടിലേക്ക്. ഓക്കെ, അതാണ് പറഞ്ഞിരുന്നു ട്രാൻസ്ഫർ. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറത്തേക്ക് ട്രാൻസ്ഫർ. അപ്പൊ ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് in a unit that provides a special care or care suited to this requirement. Example from a general ward to ICU. അത് ഇന്റേണൽ ട്രാൻസ്ഫറിൽ പെടാവുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമല്ല നമ്മൾ ജനറൽ വാർഡിന് ഐസിയുയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. ഇച്ചിരി കൂടി എന്താണ് ഇതിലൂടെ വഷളാവുന്നുണ്ട്. ഇച്ചിരി കൂടി വീക്കായി കഴിയുമ്പോൾ പേഷ്യൻസിന് ഐസിയുയിലേക്ക് ഇത്തിരി കൂടി തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റും. അപ്പൊ ഇതിനും കൂടി കെയർ അവിടെ കൊടുക്കും. അങ്ങനെ രോഗിയുടെ നില മെച്ചപ്പെടുത്തുന്ന ഒരു രീതി. അപ്പൊ അത് ഇന്റേണൽ ട്രാൻസ്ഫറിൽ പെടുന്ന ഒരു ഭാഗം തന്നെയാണ്. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ പറയുന്നത് ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ ഫോർ ദ പർപ്പസ് ഓഫ് സ്പെഷ്യൽ കെയർ. നമുക്കറിയാം രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആയിട്ട് പുറത്തേക്ക് അല്ലെ നമ്മൾ കാർഡിയോളജിസ്റ്റ് മാത്രം അല്ലെങ്കിൽ ന്യൂറോളജി മാത്രം അല്ലെങ്കിൽ നെഫ്രോളജി മാത്രം ഹാൻഡിൽ ചെയ്യുന്ന സ്പെഷ്യൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. ഇപ്പം ജനറൽ ഹോസ്പിറ്റൽ, സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, ക്യാൻസർ സെന്റർ, അതായത് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗം മാത്രം ഉള്ള സ്പെഷ്യലൈസ്ഡ് സെന്റർ ആവുമ്പോൾ അവിടേക്ക് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് അത് രോഗനിർണയം നടത്തിയപ്പോൾ എല്ലാവരും ക്യാൻസർ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്കൊക്കെ പോകുന്നത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ പറഞ്ഞ മാറ്റർ ആണ്. നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. അതായത് നമ്മളിപ്പോ രണ്ട് കാര്യം കണ്ടു അല്ലെ. ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. അപ്പൊ ഈ ഇന്റേണൽ ട്രാൻസ്ഫറിൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്റേണൽ ട്രാൻസ്ഫർ നടപ്പാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രാൻസ്ഫർ ഓഫ് എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് മാറ്റേഴ്സും ഡിസ്കസ് ചെയ്യാൻ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് മാറ്റർ നമുക്ക് നോക്കാം. എന്താണ് ട്രാൻസ്ഫർ വിത്ത് ദ ഫെസിലിറ്റി. വിത്തിൻ ദ ഫെസിലിറ്റി, അതായത് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ. അതില് അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഫസ്റ്റ് പറയുന്നത് ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. റിട്ടൺ ഡിക്ലറേഷൻ ഇസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. നമ്മളിങ്ങനെ അവിടേക്ക് പോകണമെങ്കിൽ ഒരു റിട്ടൺ നിയമ നടപടിക്ക് വിധേയമാക്കേണ്ട എന്തെങ്കിലും അവസരമൊക്കെ വരികയാണെങ്കിൽ അത് കാണിച്ചു അല്ലെ. ഒരു ലീഗൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്. അപ്പൊ തെളിവാണ് എന്താണ് ഡോക്ടറുടെ റിട്ടൺ ഡിക്ലറേഷൻ. അവരെ വേണ്ടി തയ്യാറാക്കി തന്നിരിക്കണം. ഇത്തരത്തിലുള്ള പേഷ്യന്റിനെ നമ്മൾ ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കേസ് അവിടെ ചെല്ലുമ്പോഴും അവർക്ക് പ്രസന്റ് ചെയ്യണം അല്ലെ. ഈ പേഷ്യന്റിനെ ചെന്ന് റിസീവ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിന്റെ മുമ്പിലും അല്ലെ നമുക്ക് പ്രസന്റ് ചെയ്യണം. എന്നെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ഡോക്ടർ ചികിത്സിച്ചിട്ട് ഇങ്ങനെ രോഗനിർണയം നടത്തിയിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഈ കേസ് അത് ഹോസ്പിറ്റലിന്റെ ഏത് മേഖലയിലേക്കാണ്. Then intimate the patient and the relatives to be free from anxiety. അതായത് നമ്മളിപ്പോ അവിടെ കിടത്തി ചികിത്സിക്കുന്ന ഒരു പേഷ്യന്റ് ആയിക്കോട്ടെ, അവിടെ ഡ്യൂട്ടി ഉണ്ടല്ലേ, അവിടെയുള്ള ഓവറോൾ ഡ്യൂട്ടി ആയ നഴ്സുമാർക്ക് അവരുടേതായ ചുമതലകൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ ഡിക്ലറേഷൻ നമ്മൾ എഴുതി മേടിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവര് പറഞ്ഞു. ഇത് നമ്മുടെ തേർഡ് മൊഡ്യൂള് ടോപ്പിക്കാണ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. അപ്പൊ നമ്മള് പറയുകയാണ് എന്താണ് പെട്ടെന്ന് അല്ലെ രോഗനിർണയം നടത്തിയപ്പോ ഒരു വ്യക്തിക്ക് ക്യാൻസർ എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ പേഷ്യന്റിനും റിലേറ്റീവ്സിനും അത് അംഗീകരിക്കാനായിട്ട് പെട്ടെന്ന് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരെയൊക്കെ പറഞ്ഞ സമാധാനപ്പെടുത്തേണ്ട ഒരു ചുമതല ആക്കേണ്ട അവിടെയുള്ള നഴ്സിനുണ്ട്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, സ്റ്റാർട്ടിങ് ആണ്, നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചല്ലോ, ഇങ്ങനെയുള്ള ചികിത്സകൾ അല്ലേ. നമ്മൾ അങ്ങനെയാണ് പൊതുവെ അവരുടെ നഴ്സുമാരുടെ റോളാണത്. അത് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. തേർഡ് വൺ പറയുന്നത് ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. അവിടെയുള്ള വാർഡ് സിസ്റ്റർ, ഇപ്പൊ നമ്മളൊരു ജനറൽ വാർഡിനാണ് പോകുന്നതെങ്കിൽ അവിടെ എന്താണ് ആ വാർഡിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി നടത്തേണ്ട ഒരു ഇൻചാർജ് ഉള്ള സിസ്റ്റർ ഉണ്ടാവും. അപ്പൊ ആ വ്യക്തിയെ, ആ ഒരു നഴ്സിനെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം ഈ പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുള്ളത്.
Then check the chart of the complete recording of the important science, nursing care and treatment given. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് എല്ലാ റെക്കോർഡ്സും കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആരെയൊക്കെ സൈൻ മേടിക്കുക, ഡോക്ടറിന്റെ നഴ്സുമാരുടെ ഇൻചാർജ് നഴ്സിന്റെ ഒക്കെ സൈൻ മേടിക്കേണ്ടതുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സൈനും കാര്യങ്ങളൊക്കെ മേടിക്കണം. അതായത് മാതൃ തന്നെ എന്തെങ്കിലും അല്ലെ ഇപ്പൊ മെയിൻ കാര്യങ്ങളൊക്കെ റിലേറ്റീവ്സിനെയും അറിയിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ വിധേയമാക്കേണ്ടതുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ് എന്തെങ്കിലും അത് കൈകാര്യം ചെയ്യണം. നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ചെയ്യണം. ഇപ്പൊ നിലവില് എന്തൊക്കെയാണ് കൊടുത്തത് അല്ലെ, എന്തൊക്കെ കെയർ ആണ് അവർക്ക് കൊടുത്തത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് റെക്കോർഡ് ആക്കിയിട്ട് വേണം ഇതാണ് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുന്നത്. Then gather the patient's X-ray, medicine and other belongings. അതായത് എക്സ്റേ കാര്യങ്ങളൊക്കെ അല്ലെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ കൊടുക്കുന്ന മെഡിസിൻസ് എന്താണ് കൊടുക്കുന്നത്, എപ്പോഴാണ് കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ നമ്മളിപ്പോ ഓരോ ഫിസിഷ്യനെ കണ്ടപ്പോഴാണ് അദ്ദേഹം തൊഴുത്തിന് എന്തൊക്കെയോ ഡൗട്ട് തോന്നിയിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തിട്ടായിരിക്കും ചിലപ്പോണെങ്കിൽ നിങ്ങൾ പൾമനോളജി ഡോക്ടറെ കാണും, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുപോകേണ്ടതുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ അറിയിക്കുന്നത്. അപ്പൊ എന്താണ് അതിനോടൊപ്പം തന്നെ എക്സ്റേയും മെഡിസിൻസും എല്ലാം തന്നെ ഇവരോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടത്. Then call of the hospital night or transfer to new ward. The patient is going. പേഷ്യന്റ് പോകുമ്പോഴെന്താണ് അതോടൊപ്പം തന്നെ അല്ലെ അവര് ഹോസ്പിറ്റലിന്റെ ഡയറ്റും ഭക്ഷണക്രമങ്ങളും കാര്യങ്ങളെല്ലാം പുതിയ വാർഡിൽ ചെല്ലുമ്പോൾ അറിയിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയിക്കണം. Then aid the relatives to gather other belongings. അതായത് എന്ന് വെച്ചാൽ സഹായിക്കുക. എങ്ങനെയാണ് മറ്റ് അവിടെ റിലേറ്റീവ്സിലേക്ക് അവരെ പേഷ്യന്റിനോടൊപ്പം ഉള്ള വ്യക്തികളൊക്കെ എല്ലാ കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതെടുക്കാൻ വേണ്ടി പൊതുവെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവണം, നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ സാധനങ്ങൾ ഉണ്ടായിരിക്കണം, ഡോക്ടേഴ്സ് വരുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തൊട്ട് പറയണം. അങ്ങനെ എടുക്കേണ്ടതെല്ലാം എടുക്കാനും അവരെ സഹായിക്കേണ്ടവര് മനോഭാവം കൂടി അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. Then make arrangement to pay off due bill if going to another hospital. Another hospital അല്ല അവിടെ ഏത് നമുക്കറിയാലോ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിന്റേതായ ബില്ലുകളും കാര്യങ്ങളും അവിടെ തന്നെ കോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് രൂപയായിട്ടുള്ളതെല്ലാം കോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇവിടെ റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അതായത് നമ്മൾ എപ്പോഴാണ് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട ടൈമുകളും ഏത് രീതിയിലാണ് ഈ വ്യക്തി പോകുന്നത്. ചിലപ്പോൾ സ്ട്രക്ചറൽ വീൽചെയറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ പോകാം. അത് ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ള കാര്യങ്ങൾ. അസിസ്റ്റഡ് ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യന്റ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. അതല്ല അസിസ്റ്റഡ് ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യന്റ് ടു വീൽചെയർ സ്ട്രക്ചർ ആൻഡ് ഗോയിങ് അറൗണ്ട് വിത്ത് ദ പേഷ്യന്റ് ടു ദ. അതായത് ആരെങ്കിലും അസിസ്റ്റൻസിനൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. ഈ പറഞ്ഞോളാം വീൽചെയർ സ്ട്രക്ചറൊക്കെ കൊണ്ട് പോകാനൊക്കെ ഉണ്ട്, അസിസ്റ്റൻസിനെ സംഘടിപ്പിച്ച് കൊടുക്കണം. അതോടൊപ്പം തന്നെ പുതിയ ഏരിയയിലേക്ക് ആക്രമണം ചെയ്യേണ്ടത്. Then deliver patient documents, belongings and report orally to the in-charge nurse and sister. അതായത് ഇൻചാർജ് നഴ്സിനെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെ രീതിയിലാണ് ഇവരെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, റിപ്പോർട്ടിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരോടൊപ്പം എന്തൊക്കെ ഡീവിയേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ ഉണ്ട്. നമുക്കറിയാം ചിലപ്പോൾ പഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ശ്വാസം മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവിടം വരെ എത്തുന്നത് വരേക്കും ചിലപ്പോൾ അതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ഓൾറെഡി പറഞ്ഞ് മനസ്സിലാക്കി. Then gather ward articles. അതായത് വാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശേഖരിച്ചിട്ട് വേണം ഇവർ പറഞ്ഞിരിക്കാനായിട്ടുള്ളത്. Then evaluate the method for transport and inform the receiving nurse. ഏത് രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യണേന്നുള്ള കാര്യം കൃത്യമായിട്ട് റിസീവിംഗ് നഴ്സിനെ അറിയിക്കണം. സ്ട്രക്ചർ വഴിയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വീൽചെയർ വഴിയായിട്ടാണ് കൊണ്ടുവരുന്നത്. അതിനെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അവരുടെ ഡ്യൂട്ടിയാണ് ഈ പേഷ്യന്റിനെ അങ്ങോട്ടേക്ക് എടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ അസിസ്റ്റൻസിനെ അവിടെ റെഡിയാക്കി നിർത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഫോം ചെയ്യണം. മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ്. അപ്പൊ അവരുടെ അല്ലെ ഫിസിക്കൽ ആരോഗ്യപരമായിട്ടുള്ള ക്ഷേമങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ അവിടെ പരിപാലിച്ചിട്ട് തന്നെയാണ് അവിടെ എത്തിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം പുതിയ പ്ലേസിലേക്ക് എത്തിക്കാനായിട്ട്. Then provide an oral report about the patient's condition to the receiving unit nurse.
പുതിയ സ്ഥലത്ത് എത്തുമ്പോൾ പുതിയ ഡിപ്പാർട്ട്മെന്റിലെ നഴ്സിനോട് കുറവായിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന രീതിയിലാണ് ഈ വ്യക്തി അഡ്മിഷൻ കിട്ടിയത്, ഇന്ന ചികിത്സ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്, അപ്പൊ ഇന്നത്തെ രീതിയിലുള്ള ഡയഗ്നോസ്റ്റിക് രോഗം നിർണ്ണയിക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട് വന്നു, അങ്ങനെയാണ് ഇവരെ എത്തിച്ചിരിക്കുന്നത്, ഇവരുടെ ആരോഗ്യസ്ഥിതി ഇങ്ങനെയാണ്, ഭക്ഷണം കഴിക്കൽ, എല്ലാ കാര്യങ്ങളും തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. Make it sure that all documentation including care plan is completed. അപ്പൊ അതോടൊപ്പം തന്നെ എന്താണ് അവരെ മസ്റ്റ് ആയിട്ടും ഉറപ്പ് വരുത്തണം എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റേഷൻ, ഓഫീസിന്റെ സൈനും അവരുടെ ലെറ്റേഴ്സ് എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ആയതുകൊണ്ട് ഒരു കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്ലാനുകളെല്ലാം കൃത്യമായിട്ടുണ്ട്, മെഡിസിൻസ് എല്ലാം കൊടുത്ത് സമയക്രമം എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഉറപ്പ് വരുത്തേണ്ടത്. Then assist the patients arrival to the treatment unit. നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയ യൂണിറ്റിലും അസിസ്റ്റൻസിന്റെ ആവശ്യകതയുണ്ട് എങ്കിൽ അത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് യൂണിറ്റ്. നമുക്കറിയാം പുതിയ ഡിപ്പാർട്ട്മെന്റിൽ ആകുമ്പോൾ അവിടെ ബെഡിലേക്ക് ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള പേഴ്സൺസ് ആയിരിക്കണം. അതിനുള്ള അറേഞ്ച്മെന്റ് കൊണ്ടുവരണം, ഉറപ്പുവരുത്തണം. Then exchange the belongings, medical records and reports. അതായത് കൈമാറ്റം ചെയ്യുക, അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഈ പേഷ്യന്റിനോടൊപ്പം കൊണ്ടുവന്ന എല്ലാ റെക്കോർഡിലും എല്ലാം പ്ലേസിലേക്ക് കൈമാറ്റം ചെയ്യുക. The new unit procedure is similar to the admission procedure. അതായത് പുതിയ യൂണിറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പുതിയ പേഷ്യന്റിനെ അഡ്മിഷൻ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. Then clean the unit where the patient is admitted and keep ready for the next patient after transferring. അപ്പൊ നമുക്കറിയാം ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാലല്ലേ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ റൂം എത്രയും പെട്ടെന്ന് വെക്കേറ്റ് ചെയ്ത് അടുത്ത പേഷ്യന്റിന്റെ വേണ്ടി റെഡിയാക്കും. മറ്റുള്ള പ്ലേസിലാണെങ്കിൽ റിസീവ് ചെയ്യാനായിട്ട് അവരെ കാത്തിരിക്കുന്നത്. അതൊരു പ്രത്യേകമായിട്ടുള്ള പ്രോസസ്സാണ് അല്ലെ. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും സമയതാമസം ഒന്നും വരാൻ പാടില്ലല്ലേ. രോഗിയെ സംബന്ധിച്ച് സമയത്തിന് ഭയങ്കര വാല്യൂബിൾ ആണ്. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തീരുമാനിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ പ്രവർത്തനങ്ങളെല്ലാം ട്രാൻസ്ഫർ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വായിച്ചു നോക്കുക. വായിക്കാം. അയച്ചേർന്നോ? ഡൗട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യുക. ക്ലിയർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം.
അപ്പൊ നമുക്ക് കുറച്ചും കൂടി അല്ലെ, കുറച്ചും കൂടി നമുക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ പേഷ്യന്റില്. ഇതിലൂടെ നമ്മൾ പറയുകയും കുറച്ച് കാര്യങ്ങൾ കൂടിയല്ലേ ഇതിനോടൊപ്പം ബിലോങ്സ് കൊണ്ടുപോകണം എന്ന് നമ്മൾ പറഞ്ഞു. എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. അപ്പൊ പേഷ്യൻസിനോടൊപ്പം വേണ്ടിയിരിക്കുന്ന കുറച്ച് എക്യുപ്മെന്റ്സിന്റെ കാര്യമാണ് പറയുന്നത്. വീൽ ചെയറോടെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. സ്വമേധയാ അവർക്ക് നടന്നു പോകാനായിട്ട് അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്വമേധയാ നടന്നു പോകാൻ പറ്റിയില്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ സ്ട്രക്ചറിലൂടെയോ അല്ലെങ്കിൽ വീൽ ചെയർ ഒക്കെ കൊണ്ടുവന്നാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഐഡന്റിഫിക്കേഷൻ ലേബൽസ്, അവരെന്തെങ്കിലും മാർക്ക് എന്തെങ്കിലും ലേബൽ ഉണ്ടായിരിക്കും ഇവരുടെ കഴിഞ്ഞതായിട്ട് പേരും ഡോക്ടേഴ്സിന്റെ അങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സോട് കൂടിയിട്ടാണ് ഇവിടെ ഷിഫ്റ്റ് ചെയ്യുക. പേഷ്യൻസ് ബിലോങ്ങിങ്സ് നമുക്കറിയാം, എല്ലാവർക്കും ഒപ്പി നമ്പർ ഉണ്ടാവും അല്ലെ, അഡ്മിഷനായിട്ടുള്ള നമ്പർ ഉണ്ടാവും. പേഷ്യൻസ് ബിലോങ്ങിങ്സ് അതായത് പേഷ്യൻസിനോടൊപ്പം തന്നെ ഉള്ള കാര്യങ്ങൾ. ചിലപ്പോഴൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും പ്രഷർ ഷുഗർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഉണ്ടായിട്ട് അതനുസരിച്ചിട്ടുള്ള എക്യുപ്മെന്റ്സും അവരുടെ കൈവശം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഓക്സിജന്റെ അളവൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ചിട്ട് എപ്പോഴെപ്പോഴും നോക്കുന്നവരാണെങ്കിൽ അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യാറുണ്ടാവുന്നത്. Then X-ray, investigation reports, patient's record, identifier. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഫിസിഷ്യൻ ഡയഗ്നോസിസ് ചെയ്യുന്നത് രോഗം നന്നായി നടത്താനൊരു പക്ഷേ എക്സ്റേ എടുക്കാനായിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഡോക്ടർ പരിശോധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും. അത്തരം കാര്യങ്ങൾ പേഷ്യൻസ് പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ് മെഡിസിൻസ് എടുത്തോ ഏതൊക്കെ ടൈമിലാണ് അവരങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ എത്രത്തോളം യൂറിന്റെ എത്രത്തോളം അങ്ങനെ പലതരത്തിലുള്ള റെക്കോർഡ്സുകൾ ഉണ്ടാവും. അതെല്ലാം തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ മരിച്ചു കൊണ്ട് പോകേണ്ടതാണ്. ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ECGയും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തിരിക്കണമെന്ന് ഉണ്ടെങ്കിലും നമുക്കറിയാം ഹോസ്പിറ്റലിന് ഇത് ഏത് രീതിയിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്താലും അതിന്റെ ആവശ്യമുണ്ട് എങ്കിൽ അത് കൂടി വെച്ചിട്ട് തന്നെയായിരിക്കണം മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ആ കാർഡിയക് മോണിറ്ററിംഗ് ആവശ്യമുള്ളതുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സും അല്ലെ അതുമായി ബന്ധപ്പെട്ട ഫെസിലിറ്റീസോട് കൂടി മാത്രമേ മറ്റൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. കണ്ടിന്യൂ ചെയ്യാം. ഇതിൽ നമുക്ക് നോക്കാം ട്രാൻസ്ഫർ ഓഫ് ആണ് എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രമേ എക്സ്റ്റെൻഡഡ് കെയർ എക്സ്റ്റെൻഡഡ് കെയർ എന്ന് പറയുന്നത് പുറത്തുനിന്ന് ഇച്ചിരി കൂടി വിപുലീകരിച്ച ചികിത്സ രീതിയിലിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീടുകളിലേക്ക് അങ്ങനെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കെയർ ഫെസിലിറ്റീസ് നോക്കാം. Making sure that the patient's physician has written the transfer order on his chart and has completed the special transfer form. അതായത് ഫ്രോം എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യാതെ ഫോമാണ്. ഒന്ന് രണ്ട് ഫ്രോമുകൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതിൽ ലാസ്റ്റ് പോയിന്റിൽ വന്നിട്ടുണ്ട് കംപ്ലീറ്റഡ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ആണ്. അതേമാതിരി തന്നെ ലാസ്റ്റ് പോയിന്റിലുണ്ട് റിറ്റെയിൻ 1 കോപ്പി ഓഫ് ദ ട്രാൻസ്ഫർ ഫോം എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുള്ള okay. നമുക്ക് നോക്കാം. Make sure that the patient's physician has written the transfer order on his chart and has completed the special transfer. അവരെന്താണ് ഇങ്ങനെ ഒരു വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഫിസിഷ്യൻ അവിടുത്തെ ഡോക്ടർ എന്താണ് മസ്റ്റായിട്ടും അതൊരു ഫോം കംപ്ലീറ്റ് ചെയ്യണം. അത് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ആണെങ്കിൽ അത് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കിയിരിക്കണം. ഒപ്പം തന്നെ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം അവര് കംപ്ലീറ്റ് ചെയ്യണം. ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, drug regimen,
and special care instructions such as a diet and physiotherapy. അപ്പൊ നമ്മൾക്ക് അല്ലെ ഓരോ ഇതുകൾ നിർദ്ദിഷ്ടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് എന്ത് രോഗനിർണയം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഭക്ഷണക്രമങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഇത്ര ലിറ്റർ വെള്ളം കുടിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ്, പുതിയ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില മാറ്റേഴ്സുകളുണ്ട് അല്ലെ. ഭക്ഷണത്തിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് കഴിക്കണം, അതിനുശേഷം ഭക്ഷണം കഴിക്കണം, ഇത്രയും അളവിലാണ് കഴിക്കേണ്ടത്, ഇത്രയും ക്വാണ്ടിറ്റി, ഇത്രയും അങ്ങനെയൊക്കെ എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ മനസ്സിലാക്കണം. such as ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി, ഇതെല്ലാം എന്താണ് റിട്ടേൺ ആയിട്ട് ഇത് തയ്യാറാക്കുന്നതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് സമ്മറിയിൽ രേഖപ്പെടുത്തുന്നത്. Then completing the nursing summary, that includes the patient's assessment, progress, needed nursing treatments, and the special needs to make sure the continuity of care. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വ്യക്തിയെ പറഞ്ഞു വിടുമ്പോൾ അവർക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അത് എങ്ങനെയാണ് പേഷ്യന്റിനെ കൊണ്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു, അതിന്റെ പുരോഗതി ഇത്രത്തോളമാണ്, ഇത്രത്തോളം പുരോഗതി പ്രോഗ്രസ് വന്നിട്ടുണ്ട്, പക്ഷെ ഇത്തിരി കൂടി കെയർ കൊടുക്കണം, ഇതിന്റെ സൗകര്യങ്ങളിലൂടെ അവരതാണ്. അപ്പൊ ഇച്ചിരി കൂടി സൗകര്യമുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ഈ പേഷ്യന്റിന് കൊടുക്കേണ്ടതുണ്ട്. സ്പെഷ്യൽ നീഡ് അല്ലെ, സ്പെഷ്യൽ അതിന് മാത്രം പേഷ്യന്റ് മാത്രം കൊടുക്കേണ്ട ചില അവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചൂണ്ടിക്കാണിക്കണം. To make sure the continuity of care, അതായത് ചികിത്സ തുടരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലുള്ള നഴ്സിംഗ് സമ്മറി തയ്യാറാക്കേണ്ടത്. സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, അവിടെ പറയുന്നുണ്ട് ബില്ലുകളൊക്കെ സെറ്റിൽ ചെയ്ത് പോകണം. Then last one പറയുന്നത് retain the copy of the transfer form and the nursing summary with the patient's chart and pass on the other copies to the receiving hospital. നമുക്കറിയാം ഒരു പേഷ്യന്റ് അഡ്മിഷൻ ഇവിടെ എടുത്തെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മലേറിയ എപ്പോൾ എടുത്താലും നമുക്കറിയാം നമ്മുടെ കോപ്പി അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് അവിടെ അതുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റിന്റേതായ എല്ലാ കാര്യങ്ങളും അവിടെ കോപ്പി ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം. എല്ലാ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം അടങ്ങിയത്. അതിന്റെ മറ്റൊരു കോപ്പി എന്താണ്, റെസീവിംഗ് ഫെസിലിറ്റി, അവിടെ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്നത് അവിടെ റിസീവ് ചെയ്യാൻ വരുന്ന വ്യക്തികൾക്ക് ഒരു കോപ്പി ഇതിന്റെ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കോപ്പി അവർക്ക് സബ്മിറ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യമാണ് ട്രാൻസ്ഫർ ഓഫ് എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റിയിൽ വരുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ട്രാൻസ്ഫർ പേഷ്യന്റ് നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററാണ് എടുത്തത്. എന്താണെന്നുള്ള കാര്യമൊക്കെ ഐഡിയ ആയി അല്ലേ. അധികം എടുക്കുന്നില്ല, ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു വിഷയം എന്താണ് ട്രാൻസ്ഫർ പേഷ്യന്റ്, അതിന്റെ രൂപരേഖ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്തായാലും വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആണെങ്കിലും മെസ്സേജ് അയക്കാൻ
ഓക്കെ, പേഷ്യന്റിന് ബിലോങ്ങിങ്സ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിനോടൊപ്പമുള്ള സാധനങ്ങൾ, സാമഗ്രികൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവരെ കൊണ്ടുവന്ന അവരുടേതായ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ, സംഭവങ്ങളൊക്കെ ഉണ്ട്, ലഗേജുകളൊക്കെ ഉണ്ടാവും. ആ ലഗേജുകളെല്ലാം തന്നെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാനും പിടിക്കാനൊക്കെ സഹായിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. പേഷ്യന്റിനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അവര് അതോടൊപ്പം തന്നെ അവരോടൊപ്പമുള്ള ബിലോങ്ങിങ്സ്, കേസ് മെഡിസിൻസ് സംഭവങ്ങൾ മാത്രമല്ല, അവരുടെ മറ്റേ ലഗേജ് കാര്യങ്ങളും കൂടി നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന പ്ലേസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൂടി സഹായിക്കും. ഇനി എന്തെങ്കിലും നമ്മൾ പുതിയത് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പോയിന്റ്സ് 1 by 1 ആയിട്ട് ഉണ്ട്. ABCD പറഞ്ഞിട്ടുണ്ടാവാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പറ്റുക. ചെറിയ ചാപ്റ്റർ ആണ്, അതിന്റെ ഒരു റഫർ ക്ലിയർ ആണ്. കുറച്ച് നമുക്ക് പഠിക്കാനുള്ളത്, കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് മേഖലകൾ ഇതൊക്കെയോ കുറച്ച് അതിന്റെ കുറച്ച് പാറ്റേൺസ് ഒക്കെ, അല്ലാതെ വലിയ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, miss.